ദാ ഈ ശബ്ദം കേൾക്കുമ്പോഴേ നമുക്ക് വിശക്കും. തട്ടുകടയിലെ കല്ലിൽ നിന്ന് വരുന്ന ആ താളം കേൾക്കാത്ത ഒരു മലയാളി പോലുമില്ല. പക്ഷേ ഒരു സത്യം പറയട്ടെ, ഈ പൊറോട്ട പക്ക ഒരു വിദേശിയാണ്. എങ്ങനെയുണ്ട് ആ ട്വിസ്റ്റ്? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. നമ്മുടെ അപ്പവും പുട്ടും നൂലപ്പവും ഒക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. പക്ഷേ പൊറോട്ടയ്ക്ക് കേരളത്തിൽ അത്ര വലിയ ചരിത്രമൊന്നുമില്ല. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് കടൽ കടന്നു വന്ന ഈ മൈദ വിഭവം എങ്ങനെയാണ് അപ്പത്തെയും ദോശയും ഒക്കെ വെട്ടിച്ച് മലയാളിയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയത്? ഇതിന് പിന്നിൽ ഒരു തൊഴിലാളി ചരിത്രമുണ്ട്. പൊറോട്ടയുടെ വേരുകൾ കിടക്കുന്നത് ശ്രീലങ്കയിലും തമിഴ്നാട്ടിലുമാണ്. ഏകദേശം 1940കളിലും 50കളിലും തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്നും മധുരയിൽ നിന്നും ജോലി തേടി വന്ന തൊഴിലാളികളാണ് പൊറോട്ട കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അന്ന് പാവപ്പെട്ടവർക്കും കായികാധ്വാനം ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ഒരു ഹെവി ഫുഡായിരുന്നു ഇത്. മൈദ കൊണ്ട് വിശപ്പ് പെട്ടെന്ന് മാറില്ല, കുറെ നേരം വയറ് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ കൂലിപ്പണിക്കാർക്കിടയിൽ പൊറോട്ട ഒരു സൂപ്പർ ഹിറ്റായി. പൊറോട്ടയെ ഒരു സെലിബ്രിറ്റി ആക്കിയത് നമ്മുടെ ബീഫാണ്. തമിഴ്നാട്ടിൽ ഇത് വെജിറ്റേറിയൻ കറികൾക്കൊപ്പമാണ് കഴിച്ചിരുന്നതെങ്കിൽ കേരളത്തിൽ എത്തിയപ്പോൾ ഇത് സ്പൈസി ബീഫ് റോസ്റ്റുമായി കൂട്ടുപിടിച്ചു. അതോടെ സംഗതി വേറെ ലെവലായി. തട്ടുകടകളുടെ വളർച്ചയോടെ പൊറോട്ട രാത്രിയിലെ രാജാവായി മാറി. മൈദ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ലെയറുകൾക്കിടയിൽ ബീഫും ചാറും പിടിച്ചിരിക്കുന്നത് കണ്ടാൽ ഏത് മലയാളിയാണ് ഒന്ന് കൈവയ്ക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ പൊറോട്ട ഇത്രയധികം സ്നേഹിക്കുന്നത്? അതൊരു ആർട്ടാണ്. മൈദമാവ് വീശിയടിക്കുന്നതും അത് വട്ടം ചുറ്റി മടക്കുന്നതും ഒടുവിൽ ചുട്ടെടുത്ത് കൈകൊണ്ട് അടിച്ചെടുക്കുന്നതും കാണാൻ തന്നെ ഒരു ചന്തമാണ്. ഇന്ന് കേരളത്തിന് പുറത്ത് എവിടെ പോയാലും മലയാളി എന്ന് പറഞ്ഞാൽ കൂടെ വരുന്ന പേരാണ് പൊറോട്ട. ഗൾഫ് രാജ്യങ്ങളിൽ പോലും നമ്മുടെ ഈ പൊറോട്ട ഇന്ന് വലിയൊരു ബിസിനസ്സാണ്. ചുരുക്കത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളി ഭക്ഷണമായി വന്ന പൊറോട്ട ഇന്ന് മലയാളിയുടെ വികാരമായി മാറി. അപ്പത്തെയും പുട്ടിനെയും പോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഐഡന്റിറ്റിയായി ഈ വിദേശി ഇന്ന് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെ ഏത് കറിയാണ് ഏറ്റവും ഇഷ്ടം? ബീഫ് റോസ്റ്റോ അതോ ചിക്കൻ കറിയോ? താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.